ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഹാജിമാർ മിനായിലേക്ക് എത്തി. നാളെയാണ് ഹജ്ജിലെ പ്രധാന കർമ്മമായ അറഫ സംഗമം. ദുബായിൽ നിന്നും ജമാലുദ്ദീൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ജമാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വിശുദ്ധ നാളുകളാണ് ഇനി അങ്ങോട്ടല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി? തീർച്ചയായും സിന്ധൂരി, ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന്റെ തുടക്കമായിരിക്കുന്നു. ഏതാണ്ട് 18 ലക്ഷത്തോളം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾക്കായി മക്കയിൽ എത്തിയിട്ടുള്ളത്. ഹാജിമാരെല്ലാവരും തന്നെ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. തമ്പുകളുടെ നഗരം എന്നാണ് മിനാ നഗരം അറിയപ്പെടുന്നത്. മിനാ നഗരം ഇപ്പോൾ തെക്ബീർ വിളികളാൽ മുഖരിതമാണ്. ഇന്ന് മിനായിൽ ഹാജിമാർ രാപ്പാർത്ത ശേഷം നാളെ അറഫയിലേക്ക് നീങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അറഫ സംഗമം എന്നത്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള അറഫ പ്രഭാഷണം നാളെ നടക്കും. ഇതിനുശേഷം ഹാജിമാർ മുസ്ദലിഫയിൽ തന്നെ രാപ്പാർക്കും. അതിനുശേഷം മറ്റന്നാൾ ഹാജിമാർ വീണ്ടും മിനായിലേക്ക് തിരിച്ചു വരും. പിന്നീടാണ് ബലികർമ്മവും അതുപോലെ തന്നെ മുടിമുറിക്കലും മറ്റു ചടങ്ങും ജംറകളിലേക്ക് കല്ലെറുന്ന ചടങ്ങുകളും ഉള്ളത്. ഇതിനുശേഷം 3 ദിവസത്തോടുകൂടി ഹജ്ജ് ഈ മിനായിൽ 3 ദിവസത്തെ ചടങ്ങുകൾക്ക് ശേഷം ഈ വർഷത്തെ ഹജ്ജ് സമാപിക്കുകയും ചെയ്യും. വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി ഭരണകൂടം ഇത്തവണ ഹജ്ജിനായി ഒരുക്കിയിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 18 ലക്ഷത്തോളം പേർ ഈ മിനായിൽ അല്ലെങ്കിൽ മക്കയിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് 1,70,75 തീർത്ഥാടകരാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിപുലമായ ഒരുക്കങ്ങൾ സൗദി ഭരണകൂടം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്തവണ കനത്ത ചൂടിനിടയിലാണ് ഹജ്ജ് എന്നതുകൊണ്ട് തന്നെ തണുപ്പിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെയും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ലക്ഷത്തോളം ഹാജിമാരുടെ സേവനങ്ങൾക്ക് വേണ്ടി, അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി 1 ലക്ഷത്തോളം പോലീസുകാരുൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ വളണ്ടിയർമാരും ഈ മക്കയിൽ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഹജ്ജ് കർമ്മങ്ങൾ സുഗമമായി തന്നെ പുരോഗമിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുമുണ്ട്.